സമ്പത്തിൻ്റെ പ്രൗഢി നിറഞ്ഞ അന്തരീക്ഷത്തിൽ സ്നേഹത്തിൻ്റെ സൗരഭ്യം പരത്തുന്ന ഒരു മലർക്കൊടിയായി സമീറ ജീവിച്ചിരുന്നത്. മുഹമ്മദ് ഹാജിയുടെയും സൽമാ ബീവിയുടെയും ഏക കൺമണിയായ അവൾ കുടുംബത്തിൻ്റെ സ്നേഹവും ഒരുമിച്ച് ആവാഹിച്ചു. മുല്ലപ്പൂ എന്നാണ് വീട്ടുകാർ അവളെ സ്നേഹത്തോടെ വിളിച്ചിരുന്നത്. ഹൃദയവിശുദ്ധിയിലും ആ മുല്ലപ്പൂ പോലെ തന്നെയായിരുന്നു അവൾ. ജോലിക്കാരോട് പോലും അവൾ കാണിച്ച മാന്യത അവളുടെ സംസ്കാരത്തെ വരച്ചു കാട്ടുന്നതായിരുന്നു. മുഹമ്മദ് ഹാജിയുടെയും സൽമാ ബീവിയുടെയും എല്ലാം കുടുംബങ്ങളിൽ ആൺകുഞ്ഞുങ്ങൾ മാത്രമായിരുന്നത് കൊണ്ട് തന്നെ കുടുംബത്തിലെ ഒരേ ഒരു പെൺതരിയായി അവൾ എല്ലാവരുടെയും കണ്ണിലുണ്ണിയായി മാറി. അവരുടെ വീട്ടിലെ കാര്യസ്ഥനായിരുന്നു കരീംക്ക. കരീംക്കയുടെ ഭാര്യ സഫിയയും വീട്ടിലെ ജോലിക്കാരിയായിരുന്നു. അവരുടെ മകൻ യൂസുഫും അവരുടെ കാർ ഓടിക്കലും മറ്റുമായി ജോലി ചെയ്യുന്നു. അവരുടെ ജോലിക്കാരനാണെങ്കിലും ആ വീട്ടിലെ അംഗത്തെ പോലെ തന്നെയായിരുന്നു അവർ. മുഹമ്മദ് ഹാജിക്ക് എവിടെ പോണേലും കരീംക്ക വേണം. ചെറുപ്പം മുതലേ മുല്ലപ്പൂവിനെ നോക്കുന്നത് സഫിയാത്ത ആയതുകൊണ്ട് തന്നെ സഫിയാത്തയെ അവൾ ഉമ്മ എന്നാണ് വിളിക്കുന്നത്. അവരുടെ വീടിൻ്റെ അടുത്ത് തന്നെ അവർക്ക് നല്ല ഒരു കുഞ്ഞു വീട് മുഹമ്മദ് ഹാജി കെട്ടിക്കൊടുത്തിട്ടുണ്ട്. അവർക്ക് 2 പേർക്കും മുല്ലപ്പൂ അവരുടെ സ്വന്തം മോള് തന്നെയായിരുന്നു. പക്ഷേ യൂസുഫിൻ്റെ മനസ്സിൽ മുല്ലപ്പൂവിനോട് ചെറിയൊരു ഇഷ്ടമുണ്ടായിരുന്നു. യൂസുഫിന് ഒരു 24 വയസ്സുണ്ട്. പക്ഷേ യൂസുഫിന് 24 വയസ്സിന് ഒരു പക്വതയില്ലായിരുന്നു. എല്ലാ ജോലികളും പറഞ്ഞാൽ ഒരു മടിയും കൂടാതെ ചെയ്യും. പഠിപ്പിൽ കുറച്ച് മോശമായതിനാൽ 10ാം ക്ലാസ് തോറ്റപ്പോൾ പഠിപ്പ് നിർത്തി. മുഹമ്മദ് ഹാജിയുടെ വീട്ടിലെ കാർ ഡ്രൈവർ, മാർക്കറ്റ് പോകുന്ന ജോലി ചെയ്യും, ജോലിക്കാരെ സഹായിക്കും. എല്ലാവരിലേറെയും ഒരു ചെറിയ എന്തോ ഒരു കുറവ് അവനുണ്ടായിരുന്നു. എന്നാൽ അവന് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല താനും. മുല്ലപ്പൂ നല്ല പഠിക്കും. അവളെ കോളേജിൽ കൊണ്ടുപോകുന്നതും എല്ലാം യൂസുഫായിരുന്നു. യൂസുഫിൻ്റെ കൂടെ എവിടെ വേണമെങ്കിലും മുഹമ്മദ് ഹാജി അവളെ വിടും. ഒരു ദിവസം അവൾ കോളേജിൽ പോകുന്നതിനിടയിൽ വെച്ച് യൂസുഫിനോട് പറഞ്ഞു, യൂസുഫ്, നീ ഇവിടെ എന്നെ ഇറക്കിയാൽ മതി, ഞാൻ ഇവിടെ നിന്ന് നടന്നു പോവാം. അപ്പോൾ അവൻ പറഞ്ഞു, അത് പറ്റില്ല മുല്ലപ്പൂ, ഞാൻ നിന്നെ കോളേജിൽ കൊണ്ടുപോയി വിടാം. അല്ലെങ്കിൽ എൻ്റെ ഉപ്പയും നിൻ്റെ ഉപ്പയും എന്നെ വഴക്കു പറയും. അതിന് നീ ഇവിടെ എന്നെ ഇറക്കിയെന്ന് പറയണ്ട. മുല്ലപ്പൂ പറഞ്ഞു, അത് വേണ്ട, എനിക്ക് നുണ പറയാൻ പറ്റില്ല. അവൻ പറഞ്ഞു, അതുമാത്രമല്ല മുല്ലപ്പൂ, എങ്ങനെ തനിച്ച് പോവും? എൻ്റെ ഫ്രണ്ട്സ് വരും. എന്നാൽ ഞാൻ അവർ വന്നിട്ട് പോവാം. മുല്ലപ്പൂ എന്തോ ഒന്ന് പറയാൻ പോകുന്നതിന് മുമ്പ് ഒരു ബൈക്കിൽ ഒരാൾ വന്ന് അവരുടെ അടുത്ത് നിർത്തി. ഹായ് സമീറ, അവൻ മുല്ലപ്പൂവിനെ നോക്കി പറഞ്ഞു. വാ കയറ്. അവൻ പറയുന്നത് കേട്ട് യൂസുഫ് മുല്ലപ്പൂവിൻ്റെ മുഖത്തേക്ക് നോക്കി. മുല്ലപ്പൂ, എന്താ ഇത്? ഇതാണോ നീ പറഞ്ഞ ഫ്രണ്ട്സ്? ഇത് നിങ്ങളുടെ കോളേജിൻ്റെ മുൻപിൽ മൊബൈൽ കട നടത്തുന്നവനല്ലേ? മുല്ലപ്പൂ ഒന്നും പറഞ്ഞില്ല. അപ്പോൾ ബൈക്കിൽ വന്ന ആൾ യൂസുഫിനോട് പറഞ്ഞു, ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലാ യൂസുഫ്. ഇതൊന്നും നീ ഇപ്പോൾ ആരോടും പറയണ്ട. സമയമാകുമ്പോൾ ഞങ്ങൾ തന്നെ പറയാം. ഒന്നും മിണ്ടാതെ നിൽക്കുന്ന മുല്ലപ്പൂവിനെ നോക്കി വിശ്വസിക്കാൻ കഴിയാതെ യൂസുഫ് ചോദിച്ചു. മുല്ലപ്പൂ, അവൾ ഒന്നും പറഞ്ഞില്ല. പിന്നെ നീ എന്താ വിചാരിച്ചേ യൂസുഫ്? മന്ദബുദ്ധിയായ നിന്നെയാണ് അവൾക്ക് ഇഷ്ടമെന്നോ? പുച്ഛഭാവത്തോടെ അവൻ പറയുന്നത് കേട്ട് മുല്ലപ്പൂ പറഞ്ഞു. ഷാഹിദ്, യൂസുഫിനോട് അങ്ങനെ ഒന്നും പറയരുത്. എൻ്റെ ആങ്ങളുടെ സ്ഥാനത്താണ് അവൻ എനിക്ക്. തിരിച്ചും അവനെ വിഷമിപ്പിക്കുന്നത് എനിക്കിഷ്ടമല്ല. എന്നിട്ട് യൂസുഫിനെ നോക്കി മുല്ലപ്പൂ പറഞ്ഞു, ഇത് പോയി നീ വീട്ടിലൊന്നും പറയരുത്. നീ പൊക്കോ, ഞാൻ ഇവൻ്റെ കൂടെ കോളേജിൽ പോവാം എന്നും പറഞ്ഞവൾ അവൻ്റെ ബൈക്കിൽ കയറിപ്പോയി. ഇത് കണ്ടവൻ സങ്കടത്തോടെ അവരെ നോക്കി നിന്നു. അവൻ കാറിൽ കയറി വീട്ടിലെത്തി. അവൻ്റെ റൂമിൽ പോയി കിടന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് അവൻ്റെ ഉമ്മ അവനെ ഭക്ഷണം കഴിക്കാൻ വിളിക്കാൻ വന്നത്. പതിവില്ലാതെ കിടക്കുന്നത് കണ്ട ഉമ്മ അവനോട് ചോദിച്ചു, എന്തു പറ്റി മോനെ? അവൻ എണീച്ചിരുന്നു. ഉമ്മ, ഞാനൊരു കാര്യം പറയട്ടെ. നമ്മുടെ മുല്ലപ്പൂവിനെ എനിക്ക് പറഞ്ഞു മുഴിപ്പിക്കാൻ ഉമ്മ സമ്മതിച്ചില്ല. മോനെ, മുല്ലപ്പൂ നിൻ്റെ അനിയത്തിയാ. ആ ഒരു കണ്ണി കൊണ്ടേ അവരെ കാണാവൂ. അല്ലെങ്കിൽ ആ മനുഷ്യനോട് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ ചതിയായിരിക്കും അത്. വേറെ ഒരു ചിന്ത പോലും പാടില്ല. ഉമ്മ പറയുന്നത് മോന് മനസ്സിലായോ? മനസ്സിലായി എന്ന ഭാവത്തിൽ അവൻ തല കുലുക്കി. എന്നാ വാ, ഭക്ഷണം കഴിക്കാം. ഉമ്മ എണീറ്റ് പോയി. പിറകെ അവനും പോയി. ഇന്ന് നടന്ന സംഭവങ്ങൾ ഉമ്മയോട് പറഞ്ഞാലോ? അവൻ ചിന്തിച്ചു. വേണ്ട, മുല്ലപ്പൂ എന്നോട് പറയരുത് എന്നാണ് പറഞ്ഞത്. അവൻ ആരോടും ഒന്നും പറഞ്ഞില്ല. ദിവസങ്ങൾ കഴിയുന്തോറും ഇത് തന്നെ നടന്നുകൊണ്ടിരുന്നു. യൂസുഫിന് ഇതാരോടെങ്കിലും പറയണമെന്നുണ്ട്. പക്ഷെ മുല്ലപ്പൂവിനെ ഓർത്താൽ അവൻ പറയുകയുമില്ല. പക്ഷെ ഒരു ദിവസം മുല്ലപ്പൂവിൻ്റെ ഉമ്മയോട് യൂസുഫ് കാര്യങ്ങൾ പറഞ്ഞു. കാട്ടുതീ പോലെ ഇത് കുടുംബങ്ങളിൽ കത്തി. എല്ലാവരും അവളെ ശകാരിച്ചു, ഉപദേശിച്ചു. പക്ഷെ മുല്ലപ്പൂവിൻ്റെ പ്രണയം അത് ആഴത്തിലുള്ളതായിരുന്നു.
ആർക്കും ഇത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അവൾ ഒരിക്കലും ഇങ്ങനെയല്ലായിരുന്നു. എന്തു പറ്റി? അവളുടെ കുടുംബക്കാരെല്ലാം പല വിധത്തിലും ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ നോക്കി. പക്ഷേ മുല്ലപ്പൂ ഇതിൽ നിന്ന് ഉറച്ചു നിന്നു. മുഹമ്മദ് ഹാജിയും അദ്ദേഹത്തിൻ്റെ സഹോദരങ്ങളും അവൻ്റെ മൊബൈൽ കടയിൽ പോയി അവനെ അടിച്ചു. അവളുടെ പഠിപ്പ് നിർത്തി. പക്ഷേ ഇതൊന്നും കൊണ്ട് മുല്ലപ്പൂ മാറിയില്ല. പതുക്കെ പതുക്കെ ഇത് നാട്ടുകാരറിയാൻ തുടങ്ങി. അപ്പോൾ കുടുംബക്കാരെല്ലാവരും മുഹമ്മദ് ഹാജിയോട് പറഞ്ഞു. നാട്ടുകാർ അറിയാൻ തുടങ്ങി. നാണക്കേടാവും, വേറെ വഴിയില്ല, അവരുടെ വിവാഹം നടത്തി കൊടുക്കാം. നല്ലൊരു ജോലി ഒന്നുമില്ലാത്തവന് ഞാൻ എൻ്റെ മോളെ. മുഹമ്മദ് ഹാജി വേവലാതിപ്പെട്ടു. അവൻ്റെ കുടുംബ പശ്ചാത്തലം എല്ലാം മുഹമ്മദ് ഹാജിക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്തതായിരുന്നു. 3 പെൺമക്കൾ. ബാപ്പയാണെങ്കിലോ കുടുംബം നോക്കാതെ കള്ളം കുടിച്ച് നടക്കുന്നവൻ. ഉമ്മ ആണെങ്കിൽ ആ നാട്ടിലെ ഒന്നാന്തരം വഴക്കാൾ. ഇതെല്ലാം മുഹമ്മദ് ഹാജിക്ക് ഉൾക്കൊള്ളാൻ വളരെ പ്രയാസമായിരുന്നു. പക്ഷേ വേറെ വഴിയൊന്നുമില്ല കല്യാണം നടത്തി കൊടുക്കാതെ. അങ്ങനെ അവസാനം മുല്ലപ്പൂവിൻ്റെയും ഷാഹിദിൻ്റെയും വിവാഹം വളരെ ആഡംബരത്തോടെ തന്നെ നടന്നു. കല്യാണം കഴിഞ്ഞ പിറ്റേന്ന് രാവിലെ മുല്ലപ്പൂ അടുക്കളയിൽ വന്നപ്പോൾ കാണുന്നത് എല്ലാ ഭക്ഷണം റെഡിയായി. അവൾക്കൊരു ജോലിയുമില്ല. എല്ലാം ഉമ്മയും നാത്തൂന്മാരും ചെയ്തിരിക്കുന്നു. കഴിക്കുന്ന പാത്രം പോലും കഴുകാൻ അവർ സമ്മതിക്കില്ല. അന്ന് മുല്ലപ്പൂവിൻ്റെ വീട്ടിൽ നിന്ന് ആളുകൾ വന്നപ്പോൾ ഇഷ്ടംപോലെ പലഹാരങ്ങളും സാധനങ്ങളും എല്ലാം ഷാഹിദിൻ്റെ വീട്ടിൽ കൊണ്ടുവന്നു. ഷാഹിദിൻ്റെ കുടുംബക്കാർക്കെല്ലാവർക്കും നല്ല സ്നേഹമാണ് മുല്ലപ്പൂവിനോട്. മുല്ലപ്പൂവിൻ്റെ വീട്ടിൽ നിന്ന് വന്നവർക്ക് വേണ്ടി ഷാഹിദിൻ്റെ വീട്ടുകാർ വലിയ ഒരു സൽക്കാരം തന്നെ നടത്തി. സൽക്കാരമെല്ലാം കഴിഞ്ഞവർ ഇറങ്ങാൻ നേരം എന്തോ ഓർത്ത മട്ടിൽ മുഹമ്മദ് ഹാജി പറഞ്ഞു, നിങ്ങളെല്ലാവരും ഒരു ദിവസം വീട്ടിലേക്ക് വരണം. അതുപോലെ തന്നെ നമ്മുടെ യൂസുഫിന് ഒരു കല്യാണം റെഡിയായിട്ടുണ്ട് കേട്ടോ. എല്ലാം ഒറ്റ ദിവസം കൊണ്ട് തന്നെ. നാളെ അവർ ഇങ്ങോട്ട് വരുന്നുണ്ട് കല്യാണം ഉറപ്പിക്കാൻ. ഇത് കേട്ട മുല്ലപ്പൂവിന് സന്തോഷമായി. യൂസുഫിനോ? ഇന്നലെ ഞാൻ ഇങ്ങോട്ട് വരുന്നത് വരെ ആരും പറഞ്ഞില്ല. മുല്ലപ്പൂ ആകാംക്ഷയോടെ ചോദിക്കുന്നത് കേട്ടപ്പോൾ മുഹമ്മദ് ഹാജി പറഞ്ഞു, ഇന്നലെ കല്യാണത്തിനിടയിലാണ് അവർ കണ്ടതും അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമായതും. നാളെ നീയും ഷാഹിദും വരുമോ? മുല്ലപ്പൂ ഷാഹിദിൻ്റെ മുഖത്തേക്ക് നോക്കി. നാളെ വരാൻ കഴിയില്ല ഉപ്പാ. നാളെ ഉമ്മാൻ്റെ വീട്ടിൽ മാമ വിളിച്ചിട്ടുണ്ട്. പിന്നെ ഒരു ദിവസം വരാം. യൂസുഫിൻ്റെ കല്യാണം ഉടനെ ഉണ്ടാവുമല്ലോ. ശരി മക്കളെ, എന്നാൽ ഞങ്ങൾ അങ്ങോട്ട് പോട്ടെ. സൗകര്യം പോലെ നിങ്ങൾ അങ്ങോട്ട് ഇറങ്ങോ. എന്നാൽ ശരി. അവരെല്ലാവരും കാറിൽ കയറി പോകുന്നത് മുല്ലപ്പൂ നോക്കി നിന്നു.